അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയില് ഫ്രാങ്കിലെ ഹൗസും കാര്യത്തും ചേഞ്ച് ചെയ്താണ് ഈ സ്കൂളും കാര്യമൊക്കെ തന്നെ ആക്കിയിരിക്കുന്നത്. അപ്പൊ അടിപൊളി സ്കൂളും കാര്യത്തിന് ആക്കിയത്. അപ്പൊ ഇത് എങ്ങനെ ആക്കിയെന്നാണ് വീഡിയോ കൂടെ പറഞ്ഞു തരാൻ പോണത്. അപ്പൊ അടിപൊളി വീഡിയോയും കാര്യത്തിന് അപ്പൊ ഞാൻ ആക്കി പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഇന്ന് പണിയും കാര്യത്തിന് എടുത്തുകൊണ്ടിരിക്കണേ. അപ്പൊ നല്ല ദൂരത്തും കാര്യത്തിന് നിൽക്കണം. ഇപ്പൊ ഹൈറ്റ് നോക്കിയിട്ട് തന്നെ പേടിയും കാര്യത്തിന് നമ്മളിവിടെ കമ്പിയും കാര്യത്തിന് ഇട്ടുകഴിഞ്ഞ് നമുക്ക് നേരെ മൈക്കോളും കാര്യത്തിന് എടുത്തോക്കാം. അത് സാറിന്റെ വിളിച്ച് അർജന്റായിട്ട് നമ്മള് ഒരു ഫോട്ടോ കാര്യം അങ്ങോട്ടും കാര്യത്തിന് അർജന്റായിട്ട് വരും. ഓക്കെ സാർ, ഞാൻ പെട്ടെന്ന് വരിക. നമുക്ക് ഫോട്ടോ കാര്യത്തിൽ വിട്ടുന്നത് നോക്കാം. എന്തായാലും ഫോട്ടോ കാര്യത്തിൽ നോക്കി നോക്കുക. പക്ഷേ ഇതാണ് അങ്ങോട്ട് എന്തായാലും നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ പോയി നോക്കാം. പണിയും കാര്യത്തിലൊന്നും കഴിഞ്ഞിട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് പോലീസുകാർ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ആ ലൊക്കേഷൻ കാര്യത്തിന് പെട്ടെന്ന് പോയി നോക്കാം. എന്തായാലും വണ്ടി കാര്യത്തിലെടുത്താണ് എന്തായാലും അർജന്റായിട്ട് വരാനാ പറഞ്ഞപ്പോൾ എന്തായാലും അർജന്റായിട്ട് പെട്ടെന്ന് നേരെ നമുക്ക് ബൈക്ക് കാര്യത്തിലെടുത്താണ്ട് പോയി നോക്കാം. എന്തായാലും ഉച്ചന്റെ ശേഷം നമുക്ക് ഓട്ടോ ഇടാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും പോലീസുകാർ പറഞ്ഞ ലൊക്കേഷൻ കാര്യത്തിൽ ഞാൻ പോകണേ. പക്ഷെ ഏകദേശം എത്താനും കാര്യത്തിന് അയക്കണം. പോലീസുകാർ അയച്ചുന്ന ലൊക്കേഷനും കാര്യത്തിന് എത്തപ്പോ ഈ ബിൽഡിംഗ് കാര്യത്തിന് പോലീസുകാർ ഇവിടെ പോലീസുകാരും കാര്യത്തിനുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല. ഇവിടെ പോലീസ് വണ്ടിയും കാര്യത്തിനുണ്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെ സംഭവം കാര്യത്തിന് നടക്കണ്ടേ. ഇത് സ്കൂളും കാര്യത്തിനുള്ള ഇവിടെ എന്താ കുട്ടീനെ ആരെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നു. നമ്മളിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം ഒന്നും യാതൊരില്ല. ആരെ ഷൂട്ടും കാര്യത്തിന് ചെയ്യാൻ നിൽക്കാൻ തോന്നുന്നു. ഇവിടെ ഫുള്ളും പോലീസുകാരും കാര്യത്തിന് ഗണ്ണ് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചിരാം. എടുത്തു പോയി കാണിച്ചിരാം. എന്തായാലും നമ്മളെ ഡ്രോൺ ഷോട്ട് ആണെങ്കിൽ കാണിച്ചിട്ട് ഇതാ സംഭവം കാര്യത്തിന് നമ്മൾ കളർ എന്തായാലും കാണിച്ചിരാം. ഇത് ആരെ ഷൂട്ട് ചെയ്ത് ചെറിയൊരു കുട്ടിയെ ക്ലാസ് പഠിച്ചിട്ട് കുട്ടീനും കാര്യത്തിന് ഷൂട്ട് ചെയ്തിട്ട് തോന്നി പോലീസുകാർ ആ കളറിൽ ഷൂട്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനും കാര്യത്തിന് കോൾ ചെയ്താണ് ഒരു ആവശ്യം കാര്യത്തിന്. ഞാൻ ഫ്രണ്ടിന് കോൾ എനിക്ക് അർജന്റ് യുഎഫും കാര്യത്തിന് വേണം. അർജന്റ് ഓക്കെ ഞാൻ ഇപ്പൊ എടുത്തോണ്ട്. പക്ഷെ അപ്പൊ നമ്മളോട് എടുക്കാനാ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവിടെ പോയാണ്ട് എടുക്കാം. നമ്മൾ വണ്ടി കഴിയാണ്ട് പോയി എടുക്കാം. അപ്പൊ യുഎഫ് ഉണ്ടായാലും മാത്രം നമുക്ക് നേരെ മുകളിൽ കയറാൻ പറ്റുള്ളൂ. ഹെലികോപ്റ്ററും കാര്യത്തിൽ പക്ഷെ ഒച്ച കേട്ടാലോ. അപ്പൊ യുഎഫ് ഒച്ച കേൾക്കാത്ത സാധനം കാര്യത്തിലുണ്ട്. നമുക്ക് അത് എടുക്കാന്ന് വെച്ചപ്പോ നമ്മൾ ഫ്രണ്ടിന്റെ ബിൽഡിംഗിൽ കാര്യത്തിന് എത്തി. അപ്പൊ ഇതിന്റെ മുകളിലും കാര്യത്തിന് സംഭവം ഉള്ളത്. അപ്പൊ നമ്മൾ ഇറങ്ങിക്കാണ്ട് നേരെ ജമ്പ് ചെയ്യാം. നമുക്ക് സൂപ്പർ വാറായിട്ട് ജമ്പ് ചെയ്ത് മുകൾക്കും കാര്യത്തിന് എത്തിയത് ഡാമേജും കാര്യത്തിന് അയക്കുന്നത്. അപ്പൊ ഇതാണ് യുഎഫ് കാര്യത്തിന്. അപ്പൊ യുഎഫിൽ കയറി കാണിച്ചിട്ട് കയറി നമുക്ക് മുകൾക്ക് കാര്യത്തിന് പറക്കുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ നേരെ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് കാര്യത്തിന് സൈഡിലേക്കൂടെ പോയാണ്ട് മുന്നിൽ കാണുന്ന ബിൽഡിംഗ് കാര്യത്തിന്. പക്ഷെ ഞാൻ ബിൽഡിങ്ങിന്റെ മുകളിലും കാര്യത്തിന് എത്തി. അപ്പൊ ഞാൻ ഇറങ്ങിയാണ് കാണിച്ചിട്ട് നമ്മൾ ഗണ്ണ് എടുത്ത് ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ അറ്റത്ത് പോയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഗണ്ണും കാര്യത്തിന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ബുള്ളറ്റ് ആയിട്ട് ഒച്ച ഉണ്ടാവുന്ന യാതൊരു. അപ്പൊ എന്തായാലും ഒച്ച ഇല്ലാത്ത രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരെ കള്ളന്റെ മേത്തന്നെ കൊണ്ടാതെ അതിനൊപ്പം കുട്ടിയും കാര്യത്തിന് എനിക്ക് കൊള്ളുന്ന അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കള്ളന്റെ കൈക്കിലും കാര്യത്തിന് കൊണ്ടപ്പോ കള്ളനും കാര്യത്തിന് തന്നെ വീണിക്കണേ. അപ്പൊ നമ്മളെ കുട്ടിനും കാര്യത്തിന് രക്ഷിച്ചു. അപ്പൊ നമ്മൾ യുഎഫ്ഒ കാര്യത്തിന് നമ്മളെ ഫ്രണ്ടിന്റെ അടുത്ത് തിരിച്ചു കൊടുക്കാം. എന്തായാലും അതിൽ കയറിയിട്ട് നമ്മൾ ആ ബിൽഡിംഗിൽ തന്നെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. നമുക്ക് നേരെ തിരിച്ച് ഇവിടേക്ക് വന്നു നോക്കാം. എന്താ യാതൊരു. അപ്പൊ എന്തെങ്കിലും ആ ബിൽഡിംഗ് കാര്യത്തിന് ലാൻഡ് ചെയ്തിട്ട് പക്ഷെ അപ്പൊ നമ്മൾ ഇറങ്ങിയതിനു ശേഷം നമുക്ക് എന്തൊരു കോൾ കാര്യത്തിന് വരുന്നുണ്ട്. നമ്മൾ ഫോൺ കാര്യത്തിന് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് ഓക്കെ സാറേ അപ്പൊ തന്നെ വരാം. അപ്പൊ നമ്മളോട് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വരാൻ അതേപോലെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോയി നോക്കാം. ഫോണും കാര്യത്തിന് ബാക്ക് അടിച്ച് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന്. പക്ഷെ നമ്മളെ വണ്ടി കാര്യത്തിന് ഇവിടെ നിർത്താണ്. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോയി നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വണ്ടി എടുത്താണ് പോലീസ് സ്റ്റേഷൻ അർജന്റായിട്ട് വരാനാ പറഞ്ഞേ. നമ്മൾ ഇനി കള്ളനെ കൊന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞിക്കണമെന്നൊന്നും അറിയില്ല. പോലീസിനെ അറിയാതെ നമ്മൾ കൊന്നത്. അപ്പൊ എന്ത് യാതൊരു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് നേരെ എത്തി. ഇവിടെ ഒരു NPC കാര്യത്തിന് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നോക്കാം. സാറ് രണ്ട് സാർമാരുണ്ട് ഉള്ളിലൊന്നും ആരില്ല. അപ്പൊ സാറിനെ സംസാരിക്കുക. അതെ സാറിനെ എന്ത് വിളിപ്പിച്ച് നമ്മളെ കളറും കാര്യത്തിന് നമ്മളെ ഒരു കുട്ടിനെ കിഡ്നാപ്പ് ചെയ്തിന്. അപ്പൊ അതിനെ ആരാ ഷൂട്ട് ചെയ്ത് കൊന്നുകണം. അപ്പൊ നമുക്ക് അതിനായിട്ട് നമുക്ക് സ്കൂളും കാര്യത്തിന് ഉണ്ടാക്കി കൊടുക്കണം. സ്കൂളത്തെ എല്ലാരും കൊന്ന് സ്കൂളും കാര്യത്തിന് നശിപ്പിച്ചത് ഉള്ളത്തെ ഫർണിച്ചറൊക്കെ നശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സ്കൂളും കാര്യത്തിന് ഉണ്ടാക്കി കൊടുക്കണം. ആ സാറിന്റെ ഓൾഡ് ഹൗസും കാര്യത്തിന് അവിടെ ഒഴിഞ്ഞു കിടക്കണേ. അവർക്ക് ഞാൻ താമസം മാറിക്കോളാം. ന്യൂ ഹൗസും കാര്യത്തിന് സ്കൂളാക്കിക്കോളാം. ഓക്കെ ഫ്രൈങ്ങൾ എന്നത് എന്നെ കൊണ്ട് കൈകളൊന്നും എന്തായാലും നമുക്കും കാര്യത്തിന് അറിയാം. ഇനി കുറച്ച് പണിയും കാര്യത്തിന് എന്തായാലും കുറച്ച് സിമെന്റ് അതേപോലെ കല്ലും. സാർ ഇന്റെ അടുത്ത് പണി സ്ഥലത്ത് കുറച്ച് കല്ലും സിമെന്റൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ ഞാൻ തരാം. ഓക്കെ ഫ്രൈങ്ങൾ എന്നാലും ഞാനായിട്ട് ഒരു ട്രക്കും കാര്യത്തിന് ബാക്കിലുണ്ട്. ആ ട്രക്ക് എടുത്താണ് ഞാൻ പണി സ്ഥലത്ത് നിന്ന് പറഞ്ഞ സാധനം പിന്നെ കുറച്ച് ടൂൾസും കാര്യത്തിന് വരും. പിന്നെ ഞാൻ മെസ്സേജും കാര്യത്തിന് അത് എടുത്തുകൊണ്ടിരുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞ ട്രക്കും കാര്യത്തിനുണ്ടെന്ന് പറയുമ്പോൾ ഈ ട്രക്കും കാര്യത്തിന് എടുത്താണ് നമുക്ക് നേരെ പണി സ്ഥലത്തും കാര്യത്തിന് പോകണം. പക്ഷെ ഇത് എടുത്താണ് നമ്മൾ നേരെ പണി സ്ഥലത്തും കാര്യത്തിന് പോകണം. അപ്പൊ എന്തെങ്കിലും കുറച്ച് ടാസ്കും കാര്യത്തിന് ഇത് ഓടിച്ചാൽ വേണ്ടിയിട്ട് പക്ഷേ പണി സ്ഥലത്തും കാര്യത്തിന് അപ്പൊ നമ്മൾ വളച്ച് നമ്മൾ അവിടെ ആയിട്ട് നിർത്തണം. കഴിച്ചാൽ വളച്ച് ഇവിടെ നിർത്തിയിട്ട് അപ്പൊ ഞാൻ കാണിച്ചിട്ട് എന്താ സിമെന്റും അങ്ങനത്തെ ഒരു കല്ലും കാര്യത്തിന് എടുത്ത് സെറ്റപ്പ് ചെയ്ത് വെച്ച് തരാം. അപ്പൊ നമ്മൾ വണ്ടിയിൽ നിന്ന് കാര്യത്തിന് ഇറങ്ങി. അപ്പൊ ഞാൻ കാണിച്ചത് അപ്പൊ ഇതാണ് ആ ദൂരത്ത് കാണുന്ന സംഭവം കാര്യത്തിന്. അപ്പൊ ഇതാണ് സംഭവം കാര്യത്തിന് വേണ്ടി കറച്ച സിമെന്റ് പിന്നെ 2 കട്ട സിമെന്റ് കട്ട അങ്ങനെ കുറെ ഐറ്റംസ് കാര്യത്തിന് ഇവിടെ മാണ്ടാത്താണ്. അപ്പൊ അതിന് നടത്താം. നമുക്ക് കോളും കാര്യത്തിന് എടുത്തോക്കാം. എന്തായാലും നമുക്ക് സ്കൂൾ ബസ്സും കാര്യത്തിന് വേണം. അതിനകത്ത് ചലഞ്ച് കാര്യത്തിന് ചെയ്താൽ മാത്രമേ സ്കൂൾ ബസ്സും കാര്യത്തിന് കിട്ടുള്ളൂ. നമുക്ക് എങ്ങനെ ചലഞ്ച് ചെയ്ത് ജയിക്കാൻ പറ്റും. പക്ഷേ സ്കൂൾ ബസ്സിന്റെ അവിടെ എത്തിയത് ഓക്കെ സാർ ഞാൻ ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. എന്തായാലും സ്കൂൾ ബസ് എന്തായാലും നിർബന്ധമാണല്ലോ സ്കൂളാകുമ്പോൾ. അപ്പൊ എന്തായാലും സ്കൂൾ ബസ് ഞാൻ എഴുത്തോണ്ട്. അപ്പൊ ഓക്കെ സാർ എന്നാ വെച്ചാൽ സാറേ. അപ്പൊ നമ്മളോട് സ്കൂൾ ബസ്സും കാര്യത്തിന് എടുക്കാനും പറഞ്ഞു. അപ്പൊ നമുക്ക് ബൈക്കും കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാണ് ബൈക്കും കാര്യത്തിന് അങ്ങനെ എടുത്തിങ്ങനെ. പക്ഷെ നമ്മൾ ചലഞ്ച് ഈ പോലീസ് സ്റ്റേഷന്റെ സൈഡിലായിട്ടും കാര്യത്തിന്. അപ്പൊ ചലഞ്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തേ. അപ്പൊ ഇവിടെ ഒരു ഫാനും കാര്യത്തിന് കറങ്ങണം. അപ്പൊ തട്ടാതെ പോകണം പ്ലാനും കാര്യത്തിന്. തട്ടൊന്നും യാതൊരു. അപ്പൊ മാക്സിമം തട്ടാതെ കാര്യത്തിന് പോകാൻ നോക്കുന്നുണ്ട്.
പക്ഷേ ഫാനും കാര്യത്തിനൊക്കെ കണ്ടീനം പെട്ടെന്ന് കുടുങ്ങി മുന്നിൽ നിന്ന് പക്ഷെ ഇവിടുന്ന് കഴിച്ചിടാൻ വേണ്ടി കുടുങ്ങിയതാണ്. അപ്പൊ ഇനി മുന്നിൽ കണ്ടീനം കാര്യത്തിന്റെ ഇടയിൽ കൂടെ പോകാന്ന് വെച്ചാൽ അതും നിന്നില്ല. അപ്പൊ എന്തെങ്കിലും പോയി കഴിഞ്ഞപ്പോ നീല കണ്ടീനം അതും പോകാൻ നിന്നു. അത് തിരിച്ചു വരുന്നത് വെയിറ്റ് ചെയ്ത് അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോ ഇങ്ങനെ ബോക്സും കാര്യത്തിന് ഇവിടെ ഉണ്ട്. അപ്പൊ ബോക്സും തട്ടാതെ പോകണം. അപ്പൊ ഈ നടു ഗ്യാപ്പ് ഉണ്ടായിരുന്ന നടു കൂടെ പോകണം. പക്ഷെ ഞാൻ എന്താ റൂട്ട് കഴിച്ച് പെട്ടെന്ന് ബ്രേക്ക് കുടിച്ചാണ് അപ്പുറത്തേക്ക് നേരെ പോയി. ഇവിടെ കണ്ടീനും കാര്യത്തിന് കഴിച്ച് വളയിന്റെ കണ്ടീരം പെട്ടെന്ന് ഈ വളയിനെ കണ്ടീരം ചുവപ്പ് കണ്ടീരുടെ മോൾക്കൂടെ അപ്പുറത്ത് ഈ പച്ച കണ്ടീരുടെ മോൾക്ക് കയറി നീല കണ്ടീരൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പൊ കുറച്ചു വെയിറ്റ് ചെയ്യുന്നതാണ് നീല കണ്ടീരുടെ മോൾക്ക് കയറിയാണ്. പക്ഷെ ഇതിന്റെ മുന്നിൽ എന്താ ട്രീയും കാര്യത്തിന് വെച്ച് ഇതൊന്നും മനസ്സിലാവില്ല. എന്തായാലും നമുക്ക് ബെല്ലെ പോയി നോക്കാം. എന്തായാലും മനസ്സിലൊന്നാവില്ല. എന്തായാലും ഞാൻ മുന്നിലേക്ക് വെച്ച് പോകണം. എന്തായാലും ബെല്ലും കാര്യത്തിന് പക്ഷെ ഇപ്പൊ കുറച്ച് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തായാലും സ്പീഡും കാര്യത്തിന് ഇട്ടാണ്. പക്ഷെ ഇനി മുന്നിൽ എന്താ സംഭവം എന്ന് അറിയാം. വളവും കാര്യത്തിന് അപ്പൊ അങ്ങനെ വളച്ചും ചെയ്തിരുന്നു. അപ്പൊ എന്തായാലും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒന്ന് ചെറിയൊരു ഗ്യാപ്പും കഴിച്ച് മനസ്സിലാക്കണം. ഇവിടെ അങ്ങനെ കണ്ടീരും കാര്യത്തിൻ്റെ നമ്മൾ ഷോർട്ട് വഴി എടുക്കാം നമുക്ക് എങ്ങനെ പോകാൻ പറ്റുന്ന പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ വളഞ്ഞ വഴി എടുത്താണ് ഇതിൽ അപ്പുറത്തേക്ക് ചാടാനുള്ള പ്ലാനിങ് കാര്യത്തിന്. അപ്പൊ എന്തായാലും ഇവിടുന്ന് അപ്പുറത്തും ചാടി ഇതെന്തായാലും വളഞ്ഞു വരുമ്പോൾ അത് കുറെ സമയം പിടിച്ചു. അപ്പൊ എന്തായാലും പെട്ടെന്ന് വളഞ്ഞാണ് പുറത്തേക്ക് കാര്യത്തിന് അങ്ങനെ ചാടിക്കാണ്. അപ്പൊ എന്തായാലും ഇവിടുന്ന് വളഞ്ഞിന് പക്ഷെ ഇവിടെ ചെറിയ പൊന്തലും കാര്യത്തിന് നല്ല മാക്സിമം പൊന്തിയാൽ തടങ്ങി. അപ്പൊ എന്തായാലും ബാക്ക് എടുത്താണ് ഇതിൽ കൂടെ പോവാ. ഈ മുന്നിൽ ഒരു ഫാനും കാര്യത്തിന്. അപ്പൊ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല വിചാരിച്ചു. അപ്പൊ എന്തെങ്കിലും ഫാൻ നമുക്ക് തട്ടാതെ പോകണം. തട്ടാതെ വെക്കണേ. അപ്പൊ ഞാൻ അടുത്തത് ഇതേപോലെ തന്നെ റാമ്പ് കയറ്റി റാമ്പിന്റെ ഉള്ളിൽ കണ്ടീനും കയറ്റില്ല. കണ്ടീർ റോട്ടിന്റെ മുന്നിൽ കൂടെ പോകണം. അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഫിനിഷ് ലൈനും കയറ്റിണ്ട്. കണ്ടീനും കുറച്ചും കൂടെ ഉണ്ട്. അപ്പൊ ഈ കണ്ടീനും കഴിഞ്ഞ് നമ്മൾ ഫിനിഷ് ലൈൻ എത്താനാണ് കണ്ടീനും കാര്യത്തിന് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിന്. ഫിനിഷ് ലൈനും കാര്യത്തിന് എത്താനാകുമ്പോൾ നമ്മൾ അങ്ങനെ തട്ടി ഗ്യാപ്പും കാര്യത്തിന് പോയിക്കണം. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഇവിടുന്ന് നേരെ ചാടിക്കണം. അപ്പൊ എന്തായാലും ഫിനിഷ് ലൈൻ അവിടെ ഒരു ഇത് ടൈമിക്ക് തട്ടിയാൽ മാത്രമേ ഫിനിഷ് ആവുള്ളൂ. അപ്പൊ എന്തായാലും അവിടെ തട്ടിയാൽ മാത്രമേ ബസ്സും കാര്യത്തിന് കിട്ടുള്ളൂ. അപ്പൊ അതായത് തട്ടിയതിന് ശേഷം നമ്മളെ ബസ്സും കാര്യത്തിന് തന്നെ. അപ്പൊ നമ്മൾ ബസ്സും കാര്യത്തിനായിട്ട് വീട്ടും കാര്യത്തിന് പോണേ. അപ്പൊ ഇവിടെയൊക്കെ സെറ്റപ്പ് ആക്കാണ്ട് സെറ്റപ്പ് ഇതുവരെ ആക്കിയിട്ട് ഇപ്പൊ എന്തായാലും വീട്ടിൽ കാര്യത്തിന് പോകണം. അപ്പൊ എന്തായാലും വീട്ടിൽ എത്തിയിട്ട് നമുക്ക് നേരെ ബൈക്ക് എടുത്താണ്ട് നമുക്ക് ആ പ്ലാനും കാര്യത്തിന് ട്രക്ക് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പൊ നമ്മള് പണി സ്ഥലത്തും കാര്യത്തിന് പോണേ. അപ്പൊ അവിടെ ട്രക്ക് കാര്യത്തിന് സെറ്റപ്പ് ആയി ചെയ്ത് വെച്ചിട്ട് പറഞ്ഞു. അപ്പൊ എന്തായാലും ട്രക്ക് കാര്യത്തിന് മുന്നിലുണ്ട്. അപ്പൊ നമുക്ക് നേരെ വണ്ടി ഇവിടെ നിർത്തിയാണ് നോക്കി വെക്കാം. അതിലൊക്കെ സാധനം കയറ്റി വെച്ചിട്ട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സാധനം കാണിച്ചു തരാം. പറഞ്ഞ മാറ്റത്തിന് സാധനം കയറ്റി ഇനി ഒരു സാധനം പോണ ബൈക്കൊന്നും കയറ്റണ്ട. അപ്പൊ സാധനം കാണിച്ചപ്പോ ഇതാണ് സാധനം സിമെന്റ് കാര്യത്തിന് വെച്ചിട്ട്. അപ്പൊ ഒരു സിമെന്റ് പിന്നെ അതേപോലെ കല്ല് 2 സ്റ്റേപ്പ് കല്ലും സിമെന്റോ പിന്നെ അത് എംസാൻഡോ അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് പോണ വയ്ക്കുന്ന ഒരു സാധനം കയറ്റാണ്ട്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിൽ നമ്മൾ വണ്ടിന്റെ ഉള്ളിൽ കയറിയാണ് പോണ വയ്ക്കുന്നത് എന്തെങ്കിലും കാണിച്ചു തരാം. വണ്ടി കാര്യത്തിന് എടുത്ത് നമുക്ക് നേരെ ഇവിടുന്ന് പുറത്ത് ഇറങ്ങിയിട്ട് കുറച്ച് ബിൽഡിംഗ് അങ്ങോട്ട് പോയതിന്റെ സാധനം എടുക്കാണ്ട്. അപ്പൊ എന്താ കാണിച്ചു തരാം. അപ്പൊ സ്ഥലത്തും കാര്യത്തിന് എത്തിയിട്ട് അപ്പൊ ഇവിടുന്ന് എന്താ കുറച്ച് ഫർണിച്ചറും കാര്യത്തിന് സ്കൂളിൽ ആവശ്യത്തിലുള്ള ബെഞ്ചും ഡെസ്കോ അതേപോലെ കുറെ കാർബോർഡ് അങ്ങനത്തെ കുറെ ഐറ്റംസ് കാര്യത്തിന് അതൊക്കെ എടുക്കാനും ഇവിടേക്ക് വന്ന്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹൗസ് ചെറുതെ ചേഞ്ച് ഹൗസിന്റെ അടുത്ത് ചെറിയ സ്കൂളും കൂടി തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് ഹൗസ് നീക്കാൻ പറ്റിയ ചെറിയൊരു മെഷീനും കാര്യത്തിന് എടുക്കാണ്ട്. അപ്പൊ മെഷീൻ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ഒക്കെ വണ്ടിയിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ ഞാൻ ഉള്ളിൽ കയറിയിട്ടൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നമുക്ക് വളച്ചുകാണ്ട് നേരെ വീട്ടും കാര്യത്തിന് പോകാനുള്ള പ്ലാനും കാര്യത്തിന്. അപ്പൊ എന്തായാലും വളച്ചുകാണ്ട് നമ്മൾ നേരെ വീട്ടും കാര്യത്തിന് എത്തിയിട്ട് അങ്ങനെ ട്രക്കും കാര്യത്തിന് സൈഡിലായിട്ട് നിർത്തിയിട്ടൊക്കെ വെച്ചാൽ അപ്പൊ ട്രക്കും കാര്യത്തിന് നിർത്തിയിട്ട് ഒരു അടുത്ത പ്ലാനും കാര്യത്തിന് പറഞ്ഞു നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് കാര്യത്തിന് ഇറങ്ങിക്കുന്ന കഴിച്ചാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സെറ്റപ്പ് ചെയ്തിരിക്കണേ. നമുക്ക് എന്തായാലും കുറച്ച് റെസ്റ്റും കാര്യത്തിന് നിൽക്കാം. അപ്പൊ എന്തായാലും മൊബൈൽ ഫോൺ റിംഗ് ചെയ്ത് ഫ്രാങ്കിൾ അതേലും നമുക്ക് ടീച്ചറും കാര്യത്തിന് വേണം സ്കൂളിൽ പഠിച്ചാൽ മതി. അപ്പൊ അവിടുത്തെ ടീച്ചറും കാര്യത്തിന് പോയി നോക്കാം സാറേ. ഞാൻ ആ ടീച്ചർ കാര്യത്തിന് ഒപ്പിച്ചിട്ടുണ്ട്. പരിചയത്തിൽ ടീച്ചർ കയറ്റുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ പരിചയത്തിൽ ടീച്ചറും കയറ്റുന്നുണ്ട്. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി ടീച്ചറും കയറ്റുന്നത്. അപ്പൊ ഞാൻ വണ്ടി എടുക്കാൻ സ്ഥലത്തും കയറ്റുന്നത്. അപ്പൊ വണ്ടി എടുത്താൽ നമുക്ക് നേരെ പോയി നോക്കാം. ടീച്ചറെ പേരെ കുറച്ച് ഹൈലൈറ്റ് എന്നായിരുന്നു കുറച്ച് മുകളിലും കയറ്റുന്നത്. ടീച്ചറെ പേര് പേര് പറഞ്ഞാലൊക്കെ മനസ്സിലായി. അപ്പൊ പേര് പറഞ്ഞാൽ വീട് കാണിച്ചില്ല. വീട്ടിന്റെ ഉള്ളിലെ ടീച്ചർ ഉണ്ട്. അപ്പൊ ആ ടീച്ചറെ അങ്ങനെ അവിടെ കാണിച്ചു തരാം. അപ്പൊ കണ്ടീറിന്റെ മുകളിൽ കൂടെ പോയി കുറച്ചാണ് പോയാൽ മാത്രമേ ടീച്ചറെ പേരെത്തുള്ളൂ. എന്താ ടീച്ചറെ പേരെ മുകളിലും കയറ്റുന്നതാണ്. അപ്പൊ എന്താണെന്ന് അറിയില്ല മുകളിൽ പേരെടുത്തിട്ട്. അപ്പൊ നമുക്ക് ടീച്ചറെ അടുത്ത് പോയി നോക്കുന്നത്. ടീച്ചറെ പേരും കാര്യത്തിന് പറഞ്ഞ ടീച്ചറെ വിളിച്ചാൽ മാത്രം ടീച്ചർ വരുന്നത്. നമ്മള് പുതിയ സ്കൂളും കാര്യത്തിന് തുടങ്ങില്ല. അപ്പൊ സ്കൂളിൽ ഏതാ ടീച്ചറും കാര്യത്തിന് വരാന്ന് വിചാരിച്ചു. പണ്ടത്തെ ടീച്ചർമാരൊക്കെ പേടിച്ച് മണ്ടി എന്നാ പറഞ്ഞത്. കള്ളനും കാര്യത്തിന് കയറിയപ്പോ പോലെ ഒന്നും തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കണ്ടീറിന്റെ മുകളിൽ കൂടെ പോയാണ്ട് അവിടെ ആയിട്ട് നമ്മളെ ടീച്ചറെ ബിൽഡിംഗ് കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ എന്തായാലും പോയി നോക്കാം ടീച്ചറെ ബിൽഡിംഗ് കാര്യത്തിന് ഉണ്ടാകാൻ അറിയില്ല. അപ്പൊ ഞാൻ ടീച്ചറെ ബിൽഡിംഗ് കാര്യത്തിന് താഴത്തും കാര്യത്തിന് കഴിച്ചപ്പോൾ ടീച്ചറെ വീടും കാര്യത്തിന് കാണിച്ചിട്ടാണ് ടീച്ചറെ വീടും കാര്യത്തിന്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ മുകളിലും കാര്യത്തിന് ഒരു വീട്. ആ വീട്ടിന്റെ ഉള്ളിൽ കയറി ടീച്ചറിന്റെ കാണിച്ചപ്പോ എന്തായാലും ഉള്ളിൽ കയറി നോക്കി തരാം. പക്ഷെ അപ്പൊ ഇതാണ് പോണത്. അപ്പൊ എന്തായാലും അടിപൊളി കാര്യത്തിന് ബൈക്ക് നിർത്തിയാണ് ഇവിടെ ഇറക്കി കാണിച്ചത്. ഇതാണ് ടീച്ചറിന്റെ ബിൽഡിംഗ് കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ കയറി ടീച്ചറും കാര്യത്തിനും കാണില്ല. ടീച്ചറെ വീട് അടിപൊളി വീടും കാര്യത്തിന് നമ്മളെ കാട്ടി ഒരു ലക്ഷറി വീടും കാര്യത്തിന്. അപ്പൊ എന്തായാലും ടീച്ചറെ കാര്യം എന്താ നോക്കിയിട്ട് ഇവിടെ കാണില്ല. അപ്പൊ ടീച്ചറെ മാക്സിമം ഇവിടെ നോക്കുന്നുണ്ട്. ടീച്ചറെ ബെഡും ഒക്കെ ഉണ്ട്. ഇവിടെ റൂമിലൊക്കെ പോയി നോക്കേണ്ടി വരും. എന്താണ് ടീച്ചറെ ഫോട്ടോ കാര്യത്തിന്. അപ്പൊ സ്കെയർ ടീച്ചറും കാര്യത്തിന് നമ്മൾ ടീച്ചറായിട്ട് വരുന്നത്. അപ്പൊ എന്താ സംഭവം യാതൊരില്ല. അപ്പൊ നല്ല പഠിപ്പിക്കുന്ന ടീച്ചറും കാര്യത്തിന്. അപ്പൊ റൂമും കൂടെ നോക്കാം. പക്ഷേ റൂമിൽ സ്റ്റെപ്പും കാര്യത്തിന് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ബെഡ്റൂമും കാര്യത്തിന് പക്ഷെ ഇവിടെ നോക്കിയിട്ട് കാണില്ല. പക്ഷെ കട്ടുമ്പിൽ കിടന്നും കാര്യത്തിന് ഉറങ്ങും കഴിച്ച് നമ്മൾ ശല്യപ്പെടുത്തേണ്ടത്. എന്നാലും പോയി നോക്കാം. ഉറങ്ങേണ്ട ശല്യപ്പെടുത്തില്ല. കഴിച്ച് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങണം. അപ്പൊ എന്തായാലും നമ്മൾ ശല്യപ്പെടുത്തി നമുക്ക് തിരിച്ചു കാര്യത്തിന് അതിന് പോണേ. പക്ഷെ എന്നെ വണ്ടി കാര്യത്തിന് വന്ന് ചാടിച്ചിട്ട് അപ്പൊ എന്തായാലും ഉറങ്ങാണ്. അപ്പൊ ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പോയിട്ടൊക്കെ സെറ്റപ്പ് ചെയ്തേക്കാം. അത് നമ്മളെ വീണ്ടും നിലത്തേക്ക് എത്തി. അപ്പൊ എന്തായാലും വീടൊക്കെ സെറ്റപ്പ് ചെയ്തതിൽ കാണിച്ചു തരാം. അപ്പൊ അടിപൊളി വീട്.
ആക്കിയിട്ട് അപ്പൊ ഇതാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങണം. അപ്പൊ എന്തായാലും മെഷീൻ കാര്യത്തിന് കാണിച്ചത്. അപ്പൊ ഇതാണ് മെഷീൻ. ഇത് വീടിന്റെ തറന്റെ അടിയിൽ വെച്ചാൽ വീട് നമുക്ക് ഇളക്കി കൊണ്ടുപോകാൻ പറ്റുന്നെങ്കിൽ അപ്പൊ അതൊക്കെ സെറ്റപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ആ മെഷീനും കാര്യത്തിന് നമ്മൾ പറഞ്ഞ മെഷീൻ. അപ്പൊ അതൊക്കെ സെറ്റപ്പ് ചെയ്ത് വീട് നീക്കിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ കാണിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ വീടും കാര്യത്തിന് ചേഞ്ച് ചെയ്ത് അടിപൊളി ആക്കാറ്. ഞാൻ പറഞ്ഞത് വീടും കാര്യത്തിന് ചേഞ്ച് ചെയ്ത് നമുക്ക് കുറച്ച് മണ്ണും കാര്യത്തിന് കൊടുത്താൽ മണ്ണൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് അപ്പൊ ഇവിടെ കുറച്ച് ബിൽഡിംഗ് കാര്യത്തിന് വരാണ്ട് അപ്പൊ ബിൽഡിങ്ങിന്റെ വർക്കും കാര്യത്തിനാണ് ഇത് നീക്കിയത്. അപ്പൊ വീടും കാര്യത്തിന് നീക്കി അതേപോലെ സ്വിമ്മിംഗ് പൂളും കാര്യത്തിന് നീക്കിന് നമ്മുടെ ചെറിയ സ്കൂളും കാര്യത്തിന് ഉണ്ടാക്കി. അപ്പൊ ഇതാണ് സ്കൂളും കാര്യത്തിന് വരുന്നത്. അടിപൊളി സ്കൂളും കാര്യത്തിനാണ്. അപ്പൊ ഇതാണ് മെയിൻ സ്കൂളും കാര്യത്തിന്. ഇതിൽ കൂടെയാണ് കയറി പോകേണ്ടത് സ്കൂളും കാര്യത്തിന്. അപ്പൊ അടിപൊളി സ്കൂൾ കാര്യത്തിന്. അപ്പൊ ഈ വീട്ടിന്റെ ഉള്ളിൽ ഒരു സ്കൂളും കാര്യത്തിന് രണ്ട് ഭാഗത്തുനിന്നും താഴത്തുനിന്ന് മുകളിൽ സ്കൂളും കാര്യത്തിന് ഉണ്ടാക്കണം. സെറ്റപ്പ് ആക്കി കാണിച്ചിട്ട് സ്കൂൾ വണ്ടിയും കാര്യത്തിന് സെറ്റപ്പ് ആക്കിന്. അപ്പൊ രണ്ട് വണ്ടിയും കാര്യത്തിന് ഒന്ന് നമ്മൾ ചലഞ്ചിൽ എടുത്ത് ഒന്ന് നമ്മൾ പൈസ എടുത്ത് മേടിക്കാം. നമ്മൾ മതിലും കാര്യത്തിന് ഡെക്കറേഷൻ ചെയ്ത് അപ്പൊ അതാണ് മതിൽ. പിന്നെ സ്വിമ്മിംഗ് പൂൾ കാര്യത്തിന് നീക്കിയിട്ടുണ്ട്. അപ്പൊ സ്വിമ്മിംഗ് പൂളിന്റെ ആവശ്യം നമുക്ക് ഇല്ല. ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗേറ്റും കാര്യത്തിന് വീട്ടിൽ വെച്ചിട്ട് അപ്പൊ അതാണ് വീടും കാര്യത്തിന് വരുന്നത്. അപ്പൊ നമുക്ക് വീടിന്റെ ഹൗസും കാര്യത്തിനും ചേഞ്ച് ചെയ്യാണ്ട്. അപ്പൊ ഹൗസും കാര്യത്തിന് ഡെക്കറേഷൻ ചെയ്ത് അപ്പൊ അതും കൂടെ ചെയ്തിട്ട് അടിപൊളി ആക്കാണ്. പിന്നെ വാട്ടറിന്റെ ഒരു അടിപൊളി ഡെക്കറേഷൻ കാര്യത്തിന് ചെയ്ത് വെച്ചിട്ട് അപ്പൊ എന്തായാലും അടിപൊളി കുട്ടികൾക്ക് ഒരു ചെറിയ പാർക്ക് രീതിയും കാര്യത്തിന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാനിങ് കാര്യത്തിന്. വീട് ഇപ്പൊ പഴയ മുതൽ അപ്പൊ വീട് സ്കൂൾ കാര്യത്തിന് രീതിയിലാക്കണം. അപ്പൊ അതൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കണം. അപ്പൊ ഇതാണ് സ്കൂളും കാര്യത്തിന്. അപ്പൊ അടിപൊളി കാര്യത്തിന്. അപ്പൊ പാർക്കിന്റെ കുറച്ച് ഐറ്റംസും കാര്യത്തിനും വേണം. ഇതൊക്കെ സ്വിമ്മിംഗ് പൂളിലെടുത്ത് നമുക്ക് പാർക്ക് കാര്യത്തിന് സെറ്റപ്പ് ചെയ്യേണ്ടി. അപ്പൊ ഇതാണ് നമ്മുടെ സ്കൂളും കാര്യത്തിന്. അപ്പൊ ഹൗസ് ചേഞ്ച് ചെയ്യുമ്പോൾ സ്കൂളിൽ തന്നെ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഉള്ളൊക്കെ കാണിച്ചിട്ട് അപ്പൊ ഉള്ളൊക്കെ അടിപൊളിയാക്കി സെറ്റപ്പ് ചെയ്തിട്ട് ആ മോൾ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല. മോൾ ഭാഗം അത് താനെ പോലെ തന്നെ. അപ്പൊ ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചിട്ട് അപ്പൊ സ്കൂൾ അങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ ഇവിടെ ലോക്കറും കാര്യത്തിന് അതേപോലെ സൈഡിലും കുറെ ലോക്കറും കാര്യത്തിന് ഫ്രാങ്കില് അതേപോലെ ടീച്ചറും കാര്യത്തിന് വന്നിട്ട് അപ്പൊ ടീച്ചർ നല്ല പഠിപ്പിച്ച ടീച്ചർ ആയതുകൊണ്ട് നമ്മൾ ടീച്ചറിന്റെ കാര്യത്തിന് വിളിപ്പിച്ചപ്പോൾ സെക്കൻഡ് റൂം നമ്മൾ ബെഡ്റൂം കാര്യത്തിനാണ്. ഈ ബെഡ്റൂം കാര്യത്തിന് മാറ്റിയിട്ട് അടിപൊളി കാര്യത്തിലേക്ക് ഇവിടുന്നാണ് കറക്കാള്. പിന്നെ അതേപോലെ കുറെ ലൈബ്രറിയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ രണ്ട് ലോക്കറും കാര്യത്തിനുണ്ട്. അപ്പൊ മുകളിൽ ജിം ഏരിയയും കാര്യത്തിന്. അപ്പൊ അത് കാണിച്ചത് അപ്പൊ ഇതാണ് ജിം ഏരിയ കാര്യത്തിന്. ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ ഇവിടെ ഒരു ക്ലാസ്സും കാര്യത്തിന് ഇവിടെ ലോക്കർ അതേപോലെ കുറെ ഐറ്റംസ് കാര്യത്തിന് പിന്നെ ബെഞ്ചും ഡെസ്കും കാര്യത്തിനുണ്ട്. അപ്പൊ ഈ ഫ്രാങ്കിലെ ഹൗസും കാര്യത്തിന് നിങ്ങൾക്ക് സ്കൂൾ ആക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കമ്മ്യൂണിറ്റി മാർക്ക് ചെയ്ത് അതേപോലെ ഇങ്ങനത്തെ സ്റ്റോറി വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് ചെയ്ത് അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.